എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അല്ലാഹുവിന്റെ ഏറ്റവും മനോഹരമായ നാമങ്ങളെക്കുറിച്ചാണ്. പക്ഷേ ഇതൊരു സാധാരണ ലിസ്റ്റ് അല്ല കേട്ടോ. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല അടഞ്ഞ വാതിലുകളും തുറക്കാൻ സഹായിക്കുന്ന ഒരു മാന്ത്രിക താക്കോലാണ്. അപ്പോ നമുക്ക് ഒരുമിച്ച് ഈ യാത്ര തുടങ്ങാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടാവും, പക്ഷേ ആ പ്രാർത്ഥനയൊന്നും എങ്ങോട്ടും എത്തുന്നില്ലേ എന്നൊരു തോന്നല്. നമ്മളും ദൈവവും തമ്മിൽ വലിയൊരു അകലമുണ്ടെന്ന് തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങൾ. അതെ, ഈ അകലം അതുതന്നെയാണ് ഒരു വലിയ അടഞ്ഞ വാതിൽ. നമ്മുടെ പ്രാർത്ഥനകൾക്കൊരു ശക്തിയുമില്ലെന്നോ നമ്മളെ കേൾക്കാൻ ആരുമില്ലെന്നോ ഒക്കെയുള്ള ചിന്തകൾ നമ്മളെ വല്ലാതെ തളർത്തിക്കളയും, അല്ലേ? സത്യം പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിന്റെ ഉള്ളിൽ അവനിലേക്ക് അടുക്കണമെന്ന് ഒരു വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെയാണ് ആ വഴി കണ്ടെത്തേണ്ടത്? എവിടെ തുടങ്ങണം എന്നുമറിയാതെ നമ്മൾ വഴിമുട്ടി നിൽക്കുന്ന പോലെ തോന്നും. എന്നാൽ കേട്ടോളൂ, ഈ അടഞ്ഞ വാതിലുകളൊക്കെ തുറക്കാൻ ഒരു അത്ഭുത താക്കോലുണ്ട്. അത് വേറെ ആരും തന്നതല്ല, അല്ലാഹു തന്നെ നമുക്ക് നൽകിയ ഒരു വലിയ സമ്മാനമാണ്. ആ അകലം ഇല്ലാതാക്കാൻ വേണ്ടി തന്നെ. നമ്മൾ അകന്നുപോകുന്നു എന്ന് തോന്നുമ്പോഴൊക്കെ നമ്മളെ ചേർത്ത് പിടിക്കാൻ, നമ്മൾക്ക് വഴിതെറ്റുന്നു എന്ന് തോന്നുമ്പോൾ ശരിയായ വഴി കാണിച്ചു തരാൻ അവൻ തന്നെ ഒരു മാർഗം ഒരുക്കി തന്നിട്ടുണ്ട്. അതാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ആ താക്കോലിന്റെ പേരാണ് അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന്റെ ഏറ്റവും അഴകുള്ള 99 നാമങ്ങൾ. ഇവ വെറും പേരുകളല്ല, ഓരോ പേരും അവന്റെ ഓരോ ഗുണങ്ങളെയാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അവന്റെ സ്നേഹം, കരുണ, ശക്തി, ജ്ഞാനം, അങ്ങനെ ഓരോന്നും. ഖുർആനിൽ തന്നെ പറയുന്നത് നോക്കൂ, അല്ലാഹുവിനെ ഏറ്റവും നല്ല പേരുകളുണ്ട്, അതുകൊണ്ട് ആ പേരുകൾ ഉപയോഗിച്ച് അവനെ വിളിക്കുക എന്ന്. ഇതൊരു ഡയറക്റ്റ് ഇൻസ്ട്രക്ഷനാണല്ലേ? അവനോട് എങ്ങനെ സംസാരിക്കണമെന്ന് അവൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ താക്കോല് കിട്ടി. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യത്തിനും, ഓരോ ആവശ്യത്തിനും, ഓരോ പ്രശ്നത്തിനും അതിന് ചേർന്ന ഒരു താക്കോല് ഈ പേരുകളുടെ കൂട്ടത്തിലുണ്ട്. അതായത് ഓരോ പേരിനും ഒരു പ്രത്യേക പവറുണ്ട്. വല്ലാത്ത സങ്കടം വരുമ്പോൾ ആശ്വാസത്തിന്റെ വാതിൽ തുറക്കാനൊന്ന്, വഴിമുട്ടി നിൽക്കുമ്പോൾ സഹായത്തിന്റെ വാതിൽ തുറക്കാൻ മറ്റൊന്ന്, അങ്ങനെ ഓരോന്നും ഓരോ വാതിലുകൾ തുറക്കും. ഇതൊരു സിമ്പിൾ ഉദാഹരണമാണ്. നമ്മൾ ചെയ്ത തെറ്റോർത്ത് വല്ലാത്ത കുറ്റബോധം തോന്നുന്നു. അപ്പം നമുക്ക് ആരെ വിളിക്കാം? എല്ലാം പൊറുക്കുന്നവനായ യാ ഗഫൂർ എന്ന് വിളിക്കാം. ഇനി നാളെക്കുറിച്ചോർത്ത് ടെൻഷനാണ്, അപ്പോഴോ നമുക്ക് വേണ്ടതെല്ലാം തരുന്നവനായ യാ റസാഖ് എന്ന് വിളിക്കാം. കണ്ടില്ലേ, ഓരോ അവസ്ഥയ്ക്കും ഓരോ പേര്. അപ്പോ അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: എങ്ങനെയാണ് ഈ താക്കോല് നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമാക്കുക? വെറുതെ പേരുകൾ അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് കൃത്യമായി ഉപയോഗിക്കാനും പഠിക്കണം. നമുക്ക് നോക്കാം. നോക്കൂ, വളരെ ലളിതമായ 3 സ്റ്റെപ്പുകളേ ഉള്ളൂ. 1. അറിയുക. ഒരു പേരെടുത്ത് അതിന്റെ അർത്ഥമെന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുക. 2. ഉൾക്കൊള്ളുക. ആ പേര് പറയുന്ന ഗുണം, ഉദാഹരണത്തിന് കാരുണ്യം, അത് നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഒന്ന് ചിന്തിക്കുക. 3. ഉപയോഗിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആ പ്രത്യേക പേര് വെച്ച് അല്ലാഹുവിനെ വിളിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ മാറ്റമെന്താണെന്നറിയോ? നമ്മുടെ പ്രാർത്ഥന വെറുമൊരു അപേക്ഷയിൽ നിന്ന് ഒരു പേഴ്സണൽ സംഭാഷണമായി മാറും. എന്റെ കാര്യങ്ങൾ ശരിയാക്കണേ എന്ന് പറയുന്നതിനു പകരം യാ റസാഖ്, എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരണേ എന്ന് വളരെ കൃത്യമായി നമുക്ക് സംസാരിക്കാൻ കഴിയും. അപ്പോ ഈ അത്ഭുത താക്കോൽ ഇപ്പോൾ നിങ്ങളുടെ എല്ലാം കൈകളിലാണ്. അതെങ്ങനെ ഉപയോഗിക്കണം എന്നും നിങ്ങൾക്കിപ്പോൾ അറിയാം. ഇനി ഇതുപയോഗിച്ച് നിങ്ങളുടെ സ്വന്തം ആത്മീയ യാത്ര തുടങ്ങേണ്ടത് നിങ്ങളാണ്. അപ്പോൾ നമ്മളിന്ന് മനസ്സിലാക്കിയ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1. അല്ലാഹുവുമായി അകലം തോന്നുന്നത് സാധാരണമാണ്, പക്ഷെ അതിനൊരു പരിഹാരമുണ്ട്. 2. ആ പരിഹാരമാണ് അസ്മാഉൽ ഹുസ്ന എന്ന താക്കോൽ. 3. ഓരോ പേരിനും അതിൻ്റേതായ ഒരു ശക്തിയുണ്ട്. 4. ഈ പേരുകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയെ ഒരു യഥാർത്ഥ സംഭാഷണമാക്കി മാറ്റും. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഈ 99 നാമങ്ങൾ കാണാപ്പാഠം പഠിക്കാനുള്ളൊരു ലിസ്റ്റ് മാത്രമല്ല, ഇത് അവനിലേക്ക് കൂടുതൽ അടുക്കാനുള്ള, അവനെ കൂടുതൽ അറിയാനുള്ള ഒരു സ്നേഹത്തോടെയുള്ള ക്ഷണമാണ്. ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. അല്ലാഹുവിന്റെ ഈ 99 പേരുകൾ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏത് നാമത്തിലൂടെയായിരിക്കും നിങ്ങൾ ഇന്ന് അവനുമായി സംസാരിക്കാൻ തുടങ്ങുന്നത്? ഏത് വാതിലാണ് നിങ്ങൾ ആദ്യം തുറക്കാൻ പോകുന്നത്? ചിന്തിക്കുക. നിങ്ങളുടെ യാത്ര ഇന്നു തന്നെ ആരംഭിക്കൂ.